ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GK മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അഗ്നിശമന സേനയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ രക്ഷാപ്രവർത്തനം, ഓപ്ഷൻ ബി അഗ്നി നിർമ്മാർജ്ജനം, ഓപ്ഷൻ സി സുരക്ഷാ പരിശോധന ആൻഡ് ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നതെല്ലാം. ശരി ഉത്തരം അഗ്നിശമന സേനയുടെ പ്രധാന ലക്ഷ്യം ഓപ്ഷൻ ഡി മുകളിൽ പറയുന്ന എല്ലാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിശമന സേവനം ഏത് വകുപ്പ് കീഴിലാണ്? ഓപ്ഷൻ എ ഗതാഗത വകുപ്പ്, ഓപ്ഷൻ ബി ആഭ്യന്തര വകുപ്പ്, ഓപ്ഷൻ സി ആരോഗ്യ മന്ത്രാലയം ആൻഡ് ഓപ്ഷൻ ഡി പരിസ്ഥിതി വകുപ്പ്. ശരി ഉത്തരം അഗ്നിശമന സേവനം ഓപ്ഷൻ ബി ആഭ്യന്തര വകുപ്പ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിശമന സേനയുടെ മുദ്രാവാക്യം എന്താണ്? ഓപ്ഷൻ എ സേവ് ആൻഡ് സേവ്, ഓപ്ഷൻ ബി വി സേവ് ടു സേവ്, ഓപ്ഷൻ സി ഫയർ ഈസ് എനിമി ആൻഡ് ഓപ്ഷൻ ഡി ഓൾവേസ് റെഡി. ശരി ഉത്തരം അഗ്നിശമന സേനയുടെ മുദ്രാവാക്യം ഓപ്ഷൻ ബി വി സേവ് ടു സേവ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അഗ്നിശമന ദിനം ഏത് ദിവസമാണ്? ഓപ്ഷൻ എ ഏപ്രിൽ 14, ഓപ്ഷൻ ബി ഏപ്രിൽ 10, ഓപ്ഷൻ സി ഏപ്രിൽ 9 ആൻഡ് ഓപ്ഷൻ ഡി ഏപ്രിൽ 15. ശരി ഉത്തരം അഗ്നിശമന ദിനം ഓപ്ഷൻ എ ഏപ്രിൽ 14. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ പാടില്ലാത്ത തീ ഏത്? ഓപ്ഷൻ എ പേപ്പർ തീ, ഓപ്ഷൻ ബി മരം തീ, ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ തീ ആൻഡ് ഓപ്ഷൻ ഡി വസ്ത്രത്തീ. ശരി ഉത്തരം വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ പാടില്ലാത്ത തീ ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ തീ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ് എ തീ എന്താണ്? ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ തീ, ഓപ്ഷൻ ബി വസ്ത്രം, മരം, പേപ്പർ തുടങ്ങിയവയുടെ തീ, ഓപ്ഷൻ സി പെട്രോൾ തീ ആൻഡ് ഓപ്ഷൻ ഡി ഗ്യാസ് തീ. ശരി ഉത്തരം ക്ലാസ് എ തീ, ഓപ്ഷൻ ബി വസ്ത്രം, മരം, പേപ്പർ തുടങ്ങിയവയുടെ തീ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ് ബി തീ ഏത് തരത്തിലുള്ളതാണ്? ഓപ്ഷൻ എ സോളിഡ് മട്ടർ, ഓപ്ഷൻ ബി ലിക്വിഡ് തീ, ഓപ്ഷൻ സി മെറ്റൽ തീ ആൻഡ് ഓപ്ഷൻ ഡി ഇലക്ട്രിക്കൽ തീ. ശരി ഉത്തരം ക്ലാസ് ബി തീ തരത്തിലുള്ളത് ഓപ്ഷൻ ബി ലിക്വിഡ് തീ. പത്താമത്തെ ക്വസ്റ്റ്യൻ, പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിക്കാൻ പാടുള്ള കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ എ 1 വർഷം, ഓപ്ഷൻ ബി 2 വർഷം, ഓപ്ഷൻ സി 3 വർഷം ആൻഡ് ഓപ്ഷൻ ഡി 5 വർഷം. ശരി ഉത്തരം പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിക്കാൻ പാടുള്ള കാലാവധി ഓപ്ഷൻ സി 3 വർഷം. 11ാമത്തെ ക്വസ്റ്റ്യൻ, പെട്രോൾ തീ അണയ്ക്കാൻ ഏത് എക്സ്റ്റിങ്ഷറാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി ഫോം, ഓപ്ഷൻ സി ഡ്രൈ പൗഡർ ആൻഡ് ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്. ശരി ഉത്തരം പെട്രോൾ തീ അണയ്ക്കാൻ ഏത് എക്സ്റ്റിങ്ഷനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ഫോം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഫയർ ട്രയാങ്കിൾ ഉൾപ്പെടുന്ന 3 ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ എ ഓക്സിജൻ, ഇന്ധനം, ചൂട്, ഓപ്ഷൻ ബി ഓക്സിജൻ, വെള്ളം, വായു, ഓപ്ഷൻ സി ചൂട്, പുക, വേഗത ആൻഡ് ഓപ്ഷൻ ഡി കാറ്റ്, തീ, പൊടി. ശരി ഉത്തരം ഫയർ ട്രയാങ്കിൾ ഉൾപ്പെടുന്ന 3 ഘടകങ്ങൾ ഓപ്ഷൻ ബി ഓക്സിജൻ, വെള്ളം, വായു. 13ാമത്തെ ക്വസ്റ്റ്യൻ, തീ അണയ്ക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എത്ര? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ശരി ഉത്തരം തീ അണയ്ക്കാനുള്ള പ്രധാന മാർഗങ്ങൾ ഓപ്ഷൻ ബി 3. 14ാമത്തെ ക്വസ്റ്റ്യൻ, തീ പടർന്നു പിടിക്കുന്ന വേഗതയെ ബാധിക്കുന്ന ഘടകം
ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ അളവ്, ഓപ്ഷൻ ബി ഈർപ്പം, ഓപ്ഷൻ സി ഇന്ധനത്തിൻ്റെ സ്വഭാവം, ആൻഡ് ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നതെല്ലാം. ശരി ഉത്തരം തീ പടർന്നു പിടിക്കുന്ന വേഗതയെ. ഓപ്ഷൻ ഡി മുകളിൽ പറയുന്ന എല്ലാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഫയർ ബ്രിഗേഡ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി അമേരിക്ക, ആൻഡ് ഓപ്ഷൻ ഡി ജർമ്മനി. ശരി ഉത്തരം ഫയർ ബ്രിഗേഡ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ഓപ്ഷൻ ബി ബ്രിട്ടൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഫയർ അലാറം കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ അലക്സാണ്ടർ ഗ്രാംബൽ, ഓപ്ഷൻ ബി ഫ്രാൻസിസ് റോബിൻസൺ, ഓപ്ഷൻ സി വില്യം ചാനിങ്, ആൻഡ് ഓപ്ഷൻ ഡി തോമസ് എഡിസൺ. ശരി ഉത്തരം ഫയർ അലാറം കണ്ടുപിടിച്ചത് ഓപ്ഷൻ സി വില്യം ചാനിങ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഫയർ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നത് എന്തിന്? ഓപ്ഷൻ എ മനുഷ്യനെ പൊതിഞ്ഞ് തീ അണയ്ക്കാൻ, ഓപ്ഷൻ ബി വസ്ത്രം ഉണക്കാൻ, ഓപ്ഷൻ സി പുക നീക്കം ചെയ്യാൻ, ആൻഡ് ഓപ്ഷൻ ഡി വാതക ചോർച്ച പരിശോധിക്കാൻ. ശരി ഉത്തരം ഫയർ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ മനുഷ്യനെ പൊതിഞ്ഞ് തീ അണയ്ക്കാൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ. തീപിടുത്തത്തിൽ ശ്വസിക്കരുതാത്ത വാതകം ഏതാണ്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ സി ഓക്സിജൻ, ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ശരി ഉത്തരം തീപിടുത്തത്തിൽ ശ്വസിക്കരുതാത്ത വാതകം ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഫയർ ഫൈറ്ററിൻ്റെ വേഷത്തിലെ പ്രധാന നിറം ഏതാണ്? ഓപ്ഷൻ എ ചുവപ്പ്, ഓപ്ഷൻ ബി കറുപ്പ്, ഓപ്ഷൻ സി മഞ്ഞ, ആൻഡ് ഓപ്ഷൻ ഡി നീല. ശരി ഉത്തരം ഫയർ ഫൈറ്ററിൻ്റെ വേഷത്തിലെ പ്രധാന നിറം ഓപ്ഷൻ സി മഞ്ഞ. 20ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സ്ഥാപിതമായത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1956, ഓപ്ഷൻ ബി 1962, ഓപ്ഷൻ സി 1964, ആൻഡ് ഓപ്ഷൻ ഡി 1967. ശരി ഉത്തരം കേരളത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സ്ഥാപിതമായത് ഓപ്ഷൻ സി 1964. 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിൽ ഉന്നത നേട്ടങ്ങൾക്ക്? ഓപ്ഷൻ എ സംഗീതം, ഓപ്ഷൻ ബി കായിക പരിശീലനം, ഓപ്ഷൻ സി ശാസ്ത്രം, ആൻഡ് ഓപ്ഷൻ ഡി സൈനിക സേവനം. ശരി ഉത്തരം ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത് ഓപ്ഷൻ ബി കായിക പരിശീലനം. 22ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ്, ഓപ്ഷൻ ബി പാരീസ്, ഓപ്ഷൻ സി ടോക്കിയോ, ആൻഡ് ഓപ്ഷൻ ഡി മോസ്കോ. ശരി ഉത്തരം 2024 ഒളിമ്പിക്സ് നടക്കുന്നത് ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ PSC എഴുതുന്ന കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.